വേണം. ചെയ്. നമ്മുടെ ലാലേട്ടന്റെ ആയതുകൊണ്ട് 6 പാസിൽ അടിച്ചേക്കുന്ന അതാ ഇത്ര ക്ലാരിറ്റി. പോസ്റ്റ് റെഡിയാ, നിനക്ക് അയച്ചിട്ടുണ്ട്. ഗ്രൂപ്പിൽ ചാർത്തിക്കും. ഇന്ന് കലക്കും നമ്മള്. ടിക്കറ്റ് ബുക്കിങ്ങിന് നിന്റെ മാത്രം നമ്പർ വെക്കാതെ ബാക്കിയുള്ള നമ്പർ കൂടെ വെക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു. എമ്പുരാന്റെ ഫാൻ ഷോ പ്ലസ് നമ്മുടെ തിയേറ്റർ ഡെഡ്ലി കോമ്പിനേഷനാ. നിന്റെ ഫോൺ അടിച്ചു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എടാ രാഹുലെ, നിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു തരുവാടാ. ഫ്ലെക്സി വെക്കാനാ. എനിക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് പിടിക്കുക. നിന്റെ പൈസയുടെ കാര്യം തമാശ പറഞ്ഞില്ലയോ? അല്ല, ഒരു ഫാൻ ഷോ ടിക്കറ്റ് അങ്ങോട്ട് അല്ല വേണ്ട വേണ്ട വേണ്ടല്ലോ, പറയുന്നു വന്നോളൂ. വാടാ. എടാ മണ്ടക്കോട്ട് കയറിട്ടെ ആ മൂലന്ന് വലിച്ചു കിട്ട്. എടാ അവിടെ അവിടെ മണ്ടക്ക് എത്തുന്നില്ലണ്ണ. ഒരു ഏണി കൊണ്ടുപോവാ. ഇനി ഫ്ലെക്സിന് പുതിയ സ്പോൺസറെ കണ്ടുപിടിക്കണമല്ലോ. അജീഷിന് ലീവ് കിട്ടി 26-ാം തീയതി. അവന് ടിക്കറ്റ് മാറ്റി വെക്കണേ. സ്പോൺസർ ചെയ്യാൻ വേണ്ടി ദൈവപുത്രം വരുന്നു. അവൻ വന്നു കഴിഞ്ഞാലേ ഇവിടെ മൊത്തം ഫ്ലെക്സ് കൊണ്ട് നിറയും. നിന്റെ ഫോൺ റെഡി ആയിട്ടുണ്ടേ? താണ്ട ഞാൻ രാവിലെ പകുതി ടിക്കറ്റ് തീർത്തിട്ടുണ്ട്. ഇന്നിനി എനിക്ക് ഫോൺ എടുക്കാൻ വയ്യ. 1 മണിക്കൂറോട് പകുതി തീർത്താ? വന്ന ഫോണേ മൊത്തം എടുത്തായിരുന്നെങ്കിൽ എപ്പോഴേ ടിക്കറ്റ് തീർന്നേനെ. എന്നാ വാ, 5 മിനിറ്റ് കൊണ്ടേ ഇതൊക്കെ തീർക്കാം. എടി ഈ പോസ്റ്റർ കണ്ട ഉറപ്പാ ഇത് ഫാസില. ഓടാ അവിടെ നിന്ന്. ഇത് ടോവിനോയാ. ചുമ്മാ തർക്കിക്കല്ലേ. ഇങ്ങോട്ട് നോക്കി. ആവേശം സിനിമ അതിൽ ഫാസില് തിരിച്ചു നോക്കി. കണ്ടാ ഈ പടത്തിൽ നോക്കി തിരിച്ചിരിക്കുമ്പോ സെയിം അല്ലേ? ഇല്ല ഇല്ല, സമ്മതിക്കത്തില്ല. ഇത് ടോവിനോയാ. നീ പോയ അവിടുന്ന്. നമുക്കേ രാഹുലിനോട് ചോദിക്കാം. രാഹുലേ, ഇതാരടാ? എടാ ഇത് അക്ഷയ് കുമാറാ. കണ്ടാ അറിയാം. ബോളിവുഡ് നാളെ ഇറക്കുന്നുണ്ട്. നിനക്ക് സന്തോഷമായ പൈസ ഇട്ടുണ്ടോ ടിക്കറ്റിനെ? അണ്ണ എന്റെ പൈസ കിട്ടേ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ടിക്കറ്റ് തീർന്നു. എടാ എങ്ങനെയും ഒരെണ്ണം ഒപ്പിച്ചതാ. അമ്മ അവിടെ ഒന്നും സ്ഥലമില്ല, പട്ടിണില്ല. അങ്ങോട്ടാ എടാ ഞാനേ ഒരു ചെയർ കൊണ്ടുവന്ന മൂലയ്ക്ക് എവിടെങ്കിലും ഇട്ടുള്ളൂ. ഇല്ല തറയില്ലായിരുന്നു എന്നുള്ള ഒരു ടിക്കറ്റ്. എന്നാ ചുമ്മാ കളിക്കല്ലേ, വെച്ചിട്ട് പോയെ. വെച്ചിട്ട് പോ. എടാ നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലടാ ലാലേട്ടൻ എന്ന് പറഞ്ഞ് പുറകെ നടക്കാനായി. എന്തോ ഇതാരെയും പറയുന്നേ? അച്ഛനിപ്പോ എന്തോ കാണുന്നേ? സ്പിരിറ്റ്, കുഴൽപ്പണം, ചന്ദനത്തൈലം, അങ്ങനെ ഓരോന്ന്. നിങ്ങൾ ഈ കാണുന്ന സിനിമ ഇന്ന് ഇന്നലെ കാണാൻ തുടങ്ങിയൊന്നുമല്ലോ. എന്റെ കൊച്ചിലെ തൊട്ട് നിങ്ങളുടെ ഒക്കെ തിരുന്ന് ഞാൻ സിനിമ കാണാൻ തുടങ്ങിയതാ. പിന്നെ ഞാൻ എങ്ങനെ ലാലേട്ട ഫാൻ ആവാതിരിക്കും? നിങ്ങൾ പറ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. പിന്നെ എന്റെ മേശയിൽ നിന്നൊരു ടിക്കറ്റ് കാണാതെ പോയിട്ടുണ്ട്. അത് ആരെ എടുത്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അവസാനം തലേ മുണ്ടിട്ടുകൊണ്ട് തിയേറ്ററിനവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ കൈയോടെ ഞാൻ പിടിക്കും. എന്നാലും ട്രെയിലറിനകത്ത് ആ ടവർ എത്രയും മാറ്റി വെച്ചേക്കുന്ന ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. മണിക്കൂട്ടാ ഉറപ്പാ. ഒരു പപ്സ് എടുത്തിട്ടേ അണ്ണാക്കിട്ട് കുത്തിയും കയറ്റി. മണിക്കുട്ടനെ ക്ലീൻ ഷേവിൽ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് താടി വെച്ച ആരോ. അതെന്നെ. ഫാൻസ് ഗ്രൂപ്പിലെ നീ ഒന്നും ഇടുന്നൊന്നുമില്ല കേട്ടാ. എന്തിനാ ഇടുന്നേ? അതിനകത്തുള്ളമാരെ ഇട്ട് തകർക്കുക. എന്നെക്കാളും ഭ്രാന്തമായ അതിനകത്തുള്ള. ആ തെറ്റിനോട് ശിക്ഷയുള്ളൂ. ഹലോ എടാ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? ഞാൻ ആ ഫ്ലെക്സ് ഞാനങ്ങ് സ്പോൺസർ ചെയ്യുക. എന്തിന്? ഞാൻ ഗൂഗിൾ പേ ഇട്ടുണ്ട് ഫുൾ പൈസ. കുഴപ്പമില്ല, പൈസ വേണ്ട, ഞാൻ തിരിച്ചൊക്കെ ചെയ്തേക്കാം. അയ്യോ വേണ്ട, ഞാൻ ഗൂഗിൾ പേ ഇട്ടുണ്ടല്ലോ. അല്ല വേണ്ട, എനിക്ക് അതിന് പകരം ഒരു ടിക്കറ്റ് തന്നാ മതി. ടിക്കറ്റ് വേണോ? ഇല്ല. എടാ അങ്ങനെ പറയലടാ. അങ്ങനെ പറയൂ. ഒരു ടിക്കറ്റ് താടാ. മര്യാദക്കിലൂടെ പറഞ്ഞാണോ ടിക്കറ്റ് എടുക്കാൻ? ഹലോ 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 ഹലോ. എല്ലാം ഉണ്ടല്ലോ. ഫാൻസ് ടിക്കറ്റ് വിറ്റതിനകത്തുനിന്ന് അടുത്ത് ഞണ്ണുമായിരിക്കും അല്ലേ? നടക്കട്ടെ നടക്കട്ടെ. നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലയോ? ലാലേട്ടൻ ലാലേട്ടൻ എന്ന് പറഞ്ഞ് നടക്കുക. എടാ ഇത്രയൊക്കെ വയസ്സായില്ലയോ? കുറച്ച് വകതിരിവൊക്കെ കാണിയില്ലേ? അണ്ണ മറ്റേ പാർട്ടിയിലും സംഘത്തിലും ഒക്കെ ഇല്ലേ? അണ്ണ എന്തിനാ ചേർന്നേ? അത് പിന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാ. എന്നിട്ട് ഇതുവരെ എന്തെങ്കിലും ഒരെണ്ണം ചെയ്തോ? ഇല്ലല്ലോ. ആകെ നിങ്ങളുടെ മണ്ടയ്ക്കുള്ള നേതാക്കൾ മാത്രം പുഷ്ടിപ്പെട്ടു അല്ലേ? അത് പിന്നെ അവർ പറയുന്ന വിട്ട് അടിമകളെ പോലെ താഴെ ഇങ്ങനെ കിടക്കണം. പക്ഷെ ഞങ്ങള് അങ്ങനല്ല. താരാധനയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. 27-ന് തിയേറ്റർ ഷോ അടക്കുമ്പോൾ
ഞങ്ങൾ 100ഓളം പേർക്കാണ് ആഹാരം കൊടുക്കുന്നത്. അങ്ങനെ എത്ര അടുത്താ വെൽഫെയർ പ്രോഗ്രാം നടക്കുന്ന അറിയാമോ? ഇവിടെ ഞങ്ങളാണ് നേതാവും അണികളും എല്ലാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പൈസ കയ്യിരിക്കും, അതല്ലേ? ഇതിന് പുറകെ നടക്കാതെ വേറെ വല്ല പഠിക്കും പോയായിരുന്നെങ്കിൽ എന്തോരം പൈസ ഉണ്ടാക്കാന്നറിയാമോ? കമ്മിറ്റ്മെന്റ്, അതാണ് ഏറ്റവും വലുത്. അത് ലാലേട്ടന് വേണ്ടിയാകുമ്പോൾ പൈസ ഞങ്ങൾ നോക്കാറില്ല. ചേട്ടൻ ചെല്ല്, ബക്കറ്റ് വീരനെ സമയക്കാട്. ചേട്ടാ ഞങ്ങളുടെ എങ്ങനെ പാതിരാതിക്ക് കുടുങ്ങണ വിളിക്കുന്നത്? ഒരു പ്രശ്നമുണ്ട്. എന്നാൽ ഈ പാതിരാത്രിക്ക് ഏത് കാലിനാണ് ലീക്കാക്കി? നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ലോഞ്ച് ചെയ്യുന്ന സാധനമാണ്. എടാ മണ്ട, നാളെ ഇറങ്ങേണ്ട സാധനം നമുക്ക് ഇന്നേ കാണാൻ പറ്റിയില്ലയോ? സമയം കളയണം, ബാക്കി വെക്ക്. 5, 4, 3. എല്ലാ രാജ്യവും ഉണ്ടല്ലോടാ. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ. ആ ഡയലോഗ് കേട്ടോ, ടോവിനെയാവില്ല, ഉറപ്പാ ഉറപ്പാ. ഗോഡ്സ് ഓൺ കൺട്രി. ഇത് ഇൻട്രോ അല്ല, നീ നോക്ക്. മറ്റേ ടോവിന നമ്മുടെ കേരള കുട്ടിച്ചോറാക്കുമ്പോഴേ മറ്റേ മോഹൻലാൽ തിരിച്ചു വരുന്ന സംഭവം നോക്ക്. ആ ഇൻട്രോൽ പഞ്ചുണ്ടല്ലോ, ഉറപ്പാ. ഇത് ക്ലൈമാക്സാ. ദാണ്ട ലാലേട്ടനും പൃഥ്വിരാജൂടെ കോംബോ ആയിട്ട് ഇടി, തിയേറ്റർ കത്തും. പൃഥ്വിരാജ് വില്ലന. ഇവിടെ റിലീസിൻ്റെ അന്ന് നമ്മളെല്ലാവരും വൈറ്റ് സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലെ ഇട്ടുകൊണ്ട് കയറുന്നു. നടക്കത്തില്ല, ഞാൻ കുറേശ്ശി ഫാനാ. ബ്ലാക്ക് വന്നു. എടാ നീ ആലോചിച്ച് നോക്കിയ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ വീട് നമ്മളെല്ലാം വൈറ്റ് ഇട്ടുകൊണ്ട് ഇങ്ങനെ മുണ്ടൊക്കെ മടക്കി അങ്ങോട്ട് കുത്തിയിട്ട് തിയേറ്ററിലോട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്ന ആലോചിച്ച് നോക്കി. കറുപ്പിട്ടുണ്ട് വേറെ. കറുപ്പുണ്ട് മലക്ക് കയറുവാണ്. ഇറങ്ങി പോണ കടയിൽ പെണ്ണുങ്ങളുണ്ടെന്നേ ഉള്ളൂ, ടിക്കറ്റ് ഇല്ല. ഒരു പ്രശ്നമുണ്ട്. മമ്മൂട്ടി ഫാൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഫ്ലെക്സ് കയറുന്നു. ആ എവിടെ? അവിടെ വണ്ടി ഇറ. ഒരു ഫ്ലെക്സ് വെക്കുവാണോ കീറുവാണോ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണം കേട്ടോ. ഇക്കയ്ക്ക് വേണ്ടി ഏട്ടൻ അർച്ചന ചെയ്തില്ലയോ? തിരിച്ച് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇനിയൊരു 3-4 ഫ്ലെക്സർ വെക്കണം. ഞങ്ങൾ 100 വെച്ചോളാം, നിങ്ങൾ അവിടെ വെക്ക്. നമുക്ക് 10 കൊണ്ടുവെക്കാം. പാറ നിങ്ങൾ വെക്ക്. ഓക്കെ വൈകിട്ട് കാണാം, ബൈ.